ഹലോ എവരിവൺ. വിശേഷം നിങ്ങളൊക്കെ കണ്ടിട്ടാണെന്നറിയില്ല, തിയേറ്ററിൽ വന്നു പോയതാണ്. ഇതിപ്പോൾ OTT വന്നിട്ടുണ്ട്. OTT വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. നല്ലൊരു ഫീൽ ഗുഡ് സിമ്പിൾ പടം, സ്പെഷ്യലി ഫോർ ദ കപ്പിൾസ്. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ നായകൻ പുതുമുഖമാണ്. ഫിലിമിൻ്റെ തുടക്കത്തിൽ മച്ചാൻ്റെ ആക്ടിങ് അത്ര വർക്കായില്ല എനിക്ക്. ബട്ട് സെക്കൻഡ് ഹാഫൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റോടെ മച്ചാൻ വേറെ പൊളി വൈബാണ്. നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിങ് മാത്രമല്ല, അതാണ് ഏറ്റവും വലിയ ഷോക്കിങ്. ഇതിൻ്റെ കഥ, തിരക്കഥ, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അങ്ങനെ ഡയറക്ഷനും പ്രൊഡക്ഷനും വെച്ച് ബാക്കി ഒട്ടുമിക്ക എല്ലാ പരിപാടിയും മച്ചാൻ ചെയ്തിട്ടുണ്ട്. മച്ചാൻ ആദ്യത്തെ പടമാണ്, നല്ല പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നായിക ചിന്നു ചാന്ദിനി പറയണ്ടല്ല, ഓൾറെഡി കൂകിത്തെളിഞ്ഞ ആളാണ്. എന്നാലും 1 സ്റ്റെപ്പ് എഹെഡായിട്ട് ക്യാരക്ടറോട് ശരിക്കും ജസ്റ്റിസ് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട്. പൊളി എന്ന് പറഞ്ഞാൽ പൊളി ചിന്നു. പിന്നെ ആരാണ്? പിന്നെ നമ്മുടെ അൽത്താഫ് ഉണ്ട്, നായകൻ്റെ കൂട്ടുകാരനാണ്. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്, ദിലീഷ് പോത്തൻ. മച്ചാൻ്റെ അതേ കിടു റോളാണ്. തുടക്കം മുതൽ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു. എന്തായാലും തുടക്കത്തിൻ്റെ ഒരു ഇൻട്രഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അറിയാം പടം തീരുന്നുള്ളിൽ ഈ സംഭവം ഇയാൾ വരുമെന്ന്. പെട്ടെന്ന് ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് കയറി വന്നതാണ്. അത് പൊളിയായിരുന്നു. അപ്പോൾ പടം സംസാരിക്കുന്നത് മാരേജ്, അത് കഴിഞ്ഞിട്ടുള്ള മാരീഡ് ലൈഫ്, കപ്പിൾ ലൈഫ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് സംസാരിക്കുന്നത്. ഒരുപാട് ഫണ്ണി മൊമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറച്ച് ചിരിക്കാനും ചിന്തിക്കാനും കുറച്ച് തീരുമാനം എടുക്കാനൊക്കെ ഉള്ള ഒരു ഇൻസ്പയർ ഒക്കെ ആവാനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളൊരു കൊച്ചു സിനിമ. കല്യാണം കഴിഞ്ഞ് ഒരുപാട് നാളായി കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും മരുന്നും മന്ത്രമൊക്കെ ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു പടമാണ്. എന്തായാലും ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. കാരണം ഒരുപാട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് പിള്ളേർക്ക് വേണ്ടി, എന്നിട്ട് ഡോക്ടറും പ്രാർത്ഥനയും അതും ഇതൊക്കെ ആയിട്ട്. ബട്ട് അത് കഴിഞ്ഞിട്ട് അവർ ഗീവപ്പ് ആക്കുന്നില്ല. അവസാനം എല്ലാവരെയും പോലെ ഗീവപ്പായിട്ട് അവർ സ്പ്ലിറ്റ് ആവേ അല്ലെങ്കിൽ ഒരു നോർമൽ ലൈഫിലേക്ക് പോകുന്നില്ല. അവരവരുടെ ഡ്രീമിനെ പെർസ്യൂ ചെയ്യാൻ വേണ്ടി വേറൊരു രീതിയിലേക്ക് അവരെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പടത്തിൽ. കാരണം സാധാരണ രീതിയിൽ അങ്ങനെ ആവാറില്ല, റിയൽ ലൈഫിലായാലും ശരി പടത്തിലായാലും ശരി. പിന്നെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ആയിരിക്കണം ഒരു കപ്പിൾസ്. ഒരാൾക്ക് കൈ കൊടുക്കുന്ന അല്ലെങ്കിൽ ഷോൾഡർ കൊടുക്കുന്ന രീതിയിലാവണം കപ്പിൾസ്. അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിരലിങ്ങനെ ചൂണ്ടുന്ന രീതിയിലാവരുത് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. ഒരാൾ ഡൗൺ ആണെങ്കിൽ ഒരാൾ അപ്പായിരിക്കണം. അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം കപ്പിൾസിൻ്റെ റിലേഷൻഷിപ്പ് വേണ്ടത്. അപ്പോഴാണ് ലൈഫ് ബ്യൂട്ടിഫുൾ ആവണത്, കളറാവണത്. ബാക്കി അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഒരുപാട് നടന്മാരൊക്കെ ഉണ്ട്. എല്ലാവരും അതേ സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ പടത്തിൻ്റെ ഒരു തീം വളരെ അടിപൊളിയാണ്. പറഞ്ഞിരിക്കുന്ന രീതിയും പൊളിയാണ്. സ്പെഷ്യലി കല്യാണം കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കും അതും ഇതൊക്കെ ആയിട്ട് നടക്കണവർക്ക്. കാരണം അതൊക്കെ ആഫ്റ്റർ ഓൾ ഒരു ബിസിനസ്സാണ്. ഫുൾ ഗെയിം ഇരിക്കുന്നത് മൈൻഡിലാണ്. കാരണം നമ്മൾ ഈ വക സംഭവങ്ങളിലൊക്കെ ഈ കുട്ടികളില്ല എന്നെങ്കിൽ ആൾക്കാരെ ഇതും കേട്ട് ഈ വക പരിപാടിക്കൊക്കെ നമ്മൾ പോകുമ്പോൾ ആക്ച്വലി നമ്മൾ കൂടുതൽ ആങ്സൈറ്റി ഉണ്ടാവുന്നുള്ളിൽ. ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതൊക്കെ കൂടി വർക്ക് ചെയ്തിട്ട് ഇതെല്ലാം വന്ന് എഫക്റ്റ് ചെയ്യണത് ഹോർമോൺസിലാണ്. ഈ ഹോർമോൺസിൻ്റെ കളിയാണ് ഇതിനകത്തൊക്കെ മെയിൻ റോള് പ്ലേ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇതിനകത്ത് പോയി ചാടാണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പറയാനുള്ളവരൊക്കെ അവിടെ കിടന്ന് പറയട്ടെ. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, എന്നിട്ട് ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാം കറക്റ്റ് ഒരു സമയമാകുമ്പോൾ വന്ന് കണക്റ്റഡ് ആവും. അപ്പോൾ കല്യാണം കഴിഞ്ഞവർക്കും കൊച്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും ട്രൈ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ OTT വന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും പോയി കാണാം. കാരണം എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടമാണിത്. കാരണം ഇന്നത്തെ ലൈഫ് സ്റ്റൈലും ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എങ്ങനെ ഗോ ത്രൂ ചെയ്ത് ലൈഫ് മൂവ് ഓൺ ചെയ്യാന്നുള്ള ഒരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ളൊരു പടമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കാണാം, കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ഓക്കെ, അടുത്തൊരു പടമായിട്ട് വരാം. ടിൽ ദെൻ ബൈ.